ഫിറ്റ്നസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കലോറി ഇൻ, കലോറി ബേൺ, കലോറി ഔട്ട് എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. Burning calories. എന്നാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യുമ്പോഴാണ് എക്സാക്ട്ലി ഒരു 100 കലോറി കത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവാറില്ല. എന്താണ് ഈ കലോറീസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുമ്പോഴാണ് 100 കലോറി കത്തിക്കാറുള്ളത് എന്നുള്ള പ്രാക്ടിക്കലായ കുറേ എക്സാമ്പിൾസ് നോക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. എന്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരം 100 കലോറി കത്തിക്കുന്നത് എന്നുള്ളത് നോക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ഈ കലോറി എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് കലോറി എന്നുള്ളതിൻ്റെ ശാസ്ത്രീയ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. പേടിക്കണ്ട, നിങ്ങൾ സയൻസ് പറഞ്ഞ് ഒരുപാടൊന്നും ഞാൻ ബോറടിപ്പിക്കത്തില്ല. കലോറി എന്ന് പറയുന്നത് ഊർജം അല്ലെങ്കിൽ എനർജി അളക്കാനുള്ള ഒരു യൂണിറ്റ് ആണ്. കുറച്ചുകൂടെ സരളമായി പറഞ്ഞു കഴിഞ്ഞാൽ ഊർജത്തിനെ അളക്കാനുള്ള ഒരു അളവുകോലാണ് ഈ കലോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1 ഗ്രാം വെള്ളത്തിന്റെ താപനില 1 സെന്റിഗ്രേഡ് കൂട്ടാൻ നമുക്കതിൽ എത്രത്തോളം ഊർജം കൊടുക്കേണ്ടി വരുമോ അതിനെയാണ് നമ്മൾ 1 കലോറി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളെ പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇരിക്കുന്ന 1 ഗ്രാം വെള്ളത്തിനെ നമുക്ക് 35 ഡിഗ്രിയിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അതിൽ 10 കലോറി ചൂട് അല്ലെങ്കിൽ ഊർജം നമുക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മൾ നോർമൽ ലാംഗ്വേജിൽ പലപ്പോഴും ശാസ്ത്രീയ പദങ്ങൾ കറക്റ്റായി ഉപയോഗിക്കാറില്ല. ഒരു എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ഒരാൾ വെയിറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയപരമായി അതിന് റിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടനിൽ വേണം നമ്മളത് പറയാൻ. എന്നാൽ നമ്മൾ റിപ്ലൈ ചെയ്യാറുള്ളത് സാധാരണ കിലോഗ്രാമിലായിരിക്കും. എൻ്റെ വെയിറ്റ് 60 കിലോ ആണടാ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഹെൽത്തിലോട്ടും ഫിറ്റ്നസ്സിലോട്ടും അതേപോലെ എക്സസൈസിലോട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഭാഷയിൽ കൊളോക്കിയലി ഉപയോഗിക്കുന്ന കലോറി എന്ന് പറയുന്നത് സാധാരണ കലോറി അല്ല, പകരം കിലോ കലോറിയാണ്. ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി ഞാൻ കൊളവാക്കണ്ട. കുറച്ചുകൂടെ തെളിച്ച് ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ട്രെഡ്മില്ലിൽ കയറി ഞാൻ 50 കലോറി കത്തിച്ചു എന്നൊരാൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ അയാൾ 50 കലോറി അല്ല, പകരം 50 കിലോ കലോറിയാണ് കത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1000 കലോറി ചേരുമ്പോഴാണ് 1 കിലോ കലോറി ഉണ്ടാവുന്നത്. അപ്പോൾ 50 കലോറി ഒരാൾ കത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കത്തിക്കുന്നത് 50,000 കലോറി ആയിരിക്കും. മറ്റൊരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കത്തിച്ച അത്രയും ഊർജം വെച്ച് നമുക്ക് 50,000 ഗ്രാം വെള്ളം അല്ലെങ്കിൽ 50 കിലോഗ്രാം വെള്ളത്തിന്റെ താപനില 1 സെന്റിഗ്രേഡ് വെച്ച് കൂട്ടാൻ പറ്റുന്നതാണ്. ഒരു ശരാശരി പുരുഷൻ ഒരു ദിവസം ആവറേജ് ആയി 2200 മുതൽ 3000 കലോറി വരെ കത്തിക്കാറുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ഒരു ശരാശരി സ്ത്രീ 1600 മുതൽ 2200 കലോറി വരെ കത്തിക്കാറുണ്ട് എന്നും കൂടിയാണ് ഹെൽത്ത് ലൈനിന്റെ ഈ റിപ്പോർട്ട് പറയുന്നത്. ഇവിടെയും ഓർക്കുക, അവർ കലോറി എന്ന് ഉദ്ദേശിക്കുന്നത് കിലോ കലോറിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് എക്സാക്ട്ലി നമ്മുടെ ബോഡി 100 കലോറി കത്തിക്കാറുള്ളത് എന്നുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒരു ശരാശരി മനുഷ്യൻ 10 km/h 9 മിനിറ്റ് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 100 കലോറി കത്തിക്കാറുണ്ട്. ഇതേപോലെ തന്നെ 10 മിനിറ്റോളം മോഡറേറ്റ് പേസിൽ ഒരാൾ ജംപ് റോപ്പ് അല്ലെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരം 100 കലോറി കത്തിക്കാറുണ്ട്. നിങ്ങൾക്കൊരു സൈക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആവറേജ് ആയി 16 മുതൽ 20 km/h 15 മിനിറ്റോളം ആ സൈക്കിൾ ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം 100 കലോറി കത്തിക്കും. നീന്താൻ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഫ്രീ സ്റ്റൈലിൽ മോഡറേറ്റ് പേസിൽ 15 മിനിറ്റോളം നിങ്ങൾ സ്വിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം 100ഓളം കലോറി കത്തിക്കാറുണ്ട്. ഇതേപോലെ തന്നെ വിഗറസ് ആയി ഏകദേശം 20 മിനിറ്റോളം ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം 100 കലോറി ആയിരിക്കും കത്തിക്കുന്നത്. സ്പോർട്സിലോട്ട് വന്നു കഴിഞ്ഞാൽ 35 മുതൽ 40 മിനിറ്റ് വരെ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം 100 കലോറി ആയിരിക്കും കത്തിക്കുന്നത്. എന്നാൽ ഫുട്ബോൾ ഒരു ഡൈനാമിക് സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം 100ഓളം കലോറി ആയിരിക്കും കത്തിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില ട്രിവിയൽ ടാസ്കിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ചൂയിങ്ങം കഴിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 9 ചൂയിങ്ങം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം 100 കലോറി കത്തിക്കും എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഒരു ചൂയിങ്ങം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏകദേശം 10 കലോറി ഊർജ്ജമാണ് കിട്ടാറുള്ളത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ മണിക്കൂർ ഓരോ ചൂയിങ്ങം വെച്ച് 10 മണിക്കൂർ കഴിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അത് ബ്രേക്ക് ഈവനായിരിക്കും ആക്കുന്നത്. സ്നേഹമുള്ള ഒരാളിനെ നിങ്ങൾ 1 മണിക്കൂറോളം ചുംബിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം 100ഓളം കലോറി കത്തിക്കും എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഇനി അഥവാ ആ സ്നേഹം കൂടി നിങ്ങൾ അയാളുമായി ബന്ധപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം 100ഓളം കലോറി കത്തിക്കാറുണ്ട്. 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയി നല്ല മനസ്സ് തുറന്നൊന്ന് ചിരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 3 മണിക്കൂർ പാട്ട് പാടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ 6 മണിക്കൂർ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങളുടെ ശരീരം ഏകദേശം 100ഓളം കലോറി ആയിരിക്കും കത്തിക്കുന്നത്. പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാരെ നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നായിരിക്കും കരുതുന്നത്.
വട്ടാണല്ലേ. പാത്രം കണ്ടിന്യൂസ് ആയി കഴുകുകയാണ് എന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ശരീരം 100ഓളം കലോറി ആയിരിക്കും കത്തിക്കുന്നത്. എന്നാൽ തുണി കഴുകുന്നത് കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ തുണി കഴുകിയാൽ തന്നെ നമ്മുടെ ശരീരം ഏകദേശം 100 കലോറി ആയിരിക്കും കത്തിക്കുന്നത്. ഒരു ദിവസം ശരാശരിയായി 8 ഗ്ലാസോളം നിങ്ങൾ വെള്ളം കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം എക്സ്ട്രാ ഒരു 70 കലോറി കത്തിക്കും എന്നാണ് ഈ പഠനം പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം 1.5 ദിവസം കൊണ്ട് എക്സ്ട്രാ ആയി 100 കലോറി ആയിരിക്കും കത്തിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും കലോറി കത്തിക്കാറുണ്ട്. കാരണം നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗൻസ് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം താപനില നിലനിർത്താൻ വേണ്ടിയിട്ടോ ഒക്കെ ഈ കലോറി കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ ശരീരം ഏകദേശം 100 കലോറി ആയിരിക്കും കത്തിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്രോക്സിമേറ്റും റഫായിട്ടുമുള്ള എസ്റ്റിമേറ്റ്സ് ആണ്. നിങ്ങളുടെ ശരീരം എക്സാക്ട്ലി എത്ര കലോറി കത്തിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ്, അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരഭാരം ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. 2012 പുറത്തു വന്ന ഈ പഠനം പറയുന്നത് നമ്മൾ ആഹാരം കഴിച്ച് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം കിട്ടുമല്ലോ, ഈ കിട്ടുന്ന ഊർജ്ജത്തിനേക്കാൾ അധികമായി 3500ഓളം കലോറി നമ്മുടെ ശരീരത്തിൽ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള 1 പൗണ്ട് ഫാറ്റ് കുറയും എന്നുള്ളതാണ്. എങ്ങനെ ശാസ്ത്രീയമായി വെയിറ്റ് ലോസ് ചെയ്യാമെന്നും അതിൻ്റെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാമെന്നും വളരെ ഡീറ്റെയിൽ ആയി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.